ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ഉണ്ടോ? ഇതിന് അത്യാവശ്യം കുലുക്കോ ഇളക്കോ ഒക്കെ ഉണ്ടല്ലേ? അതേസമയം ഈ വീഡിയോ ഉണ്ടോ? കുലുക്കോ ഇളക്കോ കുറവാണ്, കുറച്ചുകൂടി സ്മൂത്താണ്. ക്യാമറ ഫോണും ഒക്കെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഒരു പോരായ്മ ഇതാണ്, വീഡിയോയ്ക്ക് ചെറിയ കുലുക്കവും ഇളക്കവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ കുലുക്കവും ഇളക്കവും ഒക്കെ കളയുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കളയുന്നതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഇതിന് നമുക്ക് വേണ്ടത് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമാണ്. ഷോർട്ട് കട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ വീഡിയോ ഷോർട്ട് കട്ടിനകത്തോട്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്പൺ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലാതെ തന്നെ ഫയൽ ഓപ്പൺ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഏതെടുത്താലും നമുക്ക് ഒരു ബ്രൗസർ ഓപ്പണായി വരും. ഇനി നിങ്ങളുടെ വീഡിയോ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക. ഇപ്പോൾ എൻ്റെ വീഡിയോ കിടക്കുന്നത് വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പറ്റൂ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കം ഉണ്ടെന്നുള്ളത്. ഓക്കെ, നമുക്കിതൊന്ന് പോസ് ചെയ്യാം. നമുക്ക് എല്ലാം ഒന്നും വേണ്ട, നമുക്കൊരു 10 സെക്കൻഡോളം മതി. ഈ ഒരു ട്യൂട്ടോറിൻ്റെ ഭാഗമായിട്ട് ഒരു 10 സെക്കൻഡോളം മതി. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇവിടെ ട്രിം ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ട്രിം ചെയ്യാം. ശേഷം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ താഴെയാണ് നമ്മുടെ ടൈം ലൈൻ വരുന്നത്. ഓക്കെ, ഇവിടോട്ട് നമുക്ക് വീഡിയോ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു പ്ലസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒരു വള്ളം പോലെ ഇങ്ങനെ കിടന്ന് കുലുങ്ങുകയാണ്. ഓക്കെ, അപ്പം വളരെ എളുപ്പമാണ് നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ. വീഡിയോ സെലക്ട് ചെയ്യുക, ഇവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, ഇനി അതില്ല എന്നുണ്ടെങ്കിൽ വ്യൂവിനകത്ത് നിന്നിട്ട് ഫിൽറ്റേഴ്സ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണിക്കും. ഈ ഫിൽറ്റേഴ്സിനകത്ത് ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടൈപ്പ് ചെയ്യുക സ്റ്റെബിലൈസ് എന്ന്. ഓക്കെ, ഇതാണ് സ്റ്റെബിലൈസ്. ഓക്കെ, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്ര ഓപ്ഷൻസും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ വീഡിയോ ഒന്ന് അനലൈസ് ചെയ്യണം. അതിനുള്ള ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു അനലൈസ് ചെയ്യുന്ന ഡേറ്റ വെച്ചാണ് വീഡിയോ എത്രമാത്രം സ്റ്റെബിലൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇവിടെ അനലൈസ് ഓപ്ഷൻസിനകത്ത് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഷേക്ക്നെസ്സും ആക്യുറസിയും. ഷേക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീഡിയോ എത്രമാത്രം ഷേക്കിയാണ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങളുടെ വീഡിയോ കുറച്ച് ഷേക്കി ഉള്ളതെങ്കിൽ 1 കൊടുക്കാം, 1 2 ഒക്കെ. അതേസമയം വളരെ ഷേക്കി ആണെങ്കിൽ 10 കൊടുക്കാം. മാക്സിമം വാല്യൂ വരുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നിൽക്കുന്നെങ്കിൽ 5 4 ഒക്കെ കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നുള്ളത് ആക്യുറസിയാണ്. എന്താണ് ഈ ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇതിനകത്ത് നിന്ന് ഈ അനലൈസ് ചെയ്യുന്ന ഡേറ്റ കളക്ട് ചെയ്യുമല്ലോ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ എത്രമാത്രം നന്നായിട്ട് കളക്ട് ചെയ്യണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്രമാത്രം ആക്യുറേറ്റ് ആയിരിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആക്യുറസി കുറവാണെങ്കിൽ കുറച്ച് മതി, വലിയതായിട്ട് കാര്യമായിട്ടൊന്നും വേണ്ട എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആക്യുറസി കുറച്ച് കൂടുതലാണെങ്കിൽ നല്ലപോലെ വിശദമായിട്ട് വീഡിയോ പഠിക്കണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശേഷം ഇവിടെ അനലൈസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. അപ്പം ഒരു ഫയൽ ബ്രൗസർ ഓപ്പണായി വരും. ഇവിടെ നമുക്ക് എന്താണ് ഈ സ്റ്റെബിലൈസേഷൻ ഡേറ്റ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും ഈ സ്റ്റെബിലൈസേഷൻ ഡേറ്റ സേവ് ചെയ്യാനാണ്. ഇപ്പോൾ ഞാനൊരു പേര് കൊടുക്കുകയാണ്, സ്റ്റെബിലൈസേഷൻ. ശേഷം സേവ് എന്ന് കൊടുത്തു. ഓക്കെ, അത് കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷൻ ചെയ്യാനുള്ള ഡേറ്റ കളക്ട് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അനലൈസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് മനസ്സിലാവും വീഡിയോ കുറച്ച് സൂം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം കുറച്ച് കുറവേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, എത്രമാത്രം സ്മൂത്ത് ആയിരിക്കണം എന്നുള്ളത്. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ഫിൽറ്റർ ഓപ്ഷൻസിനകത്ത് താഴെ വരുന്നത്. ഓക്കെ, ഇവിടെ സ്മൂത്തിങ് എന്ന് പറഞ്ഞ് 15 കൊടുത്തിരിക്കുന്നത്. നമ്മളിത് കൂട്ടുകയാണെങ്കിൽ അതനുസരിച്ച് സ്മൂത്ത്നെസ് കൂടുന്നതായിരിക്കും. ശേഷം നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ വീഡിയോയുടെ ഷേക്ക്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്മൂത്ത്നെസ് കൂടുന്നതനുസരിച്ച് വീഡിയോ ഷേക്ക്നെസ് കുറയും, പക്ഷേ അതനുസരിച്ച് കുറച്ചുകൂടി സൂം ആവുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ കുറച്ചുകൂടി സൂം ആവുന്നതായിരിക്കും, പക്ഷേ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ടില്ലേ? വീഡിയോ കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ സ്മൂത്തിങ് ആണ് സാധാരണ നമുക്ക് ഈ സ്മൂത്തിങ് എന്ന് പറഞ്ഞ ഓപ്ഷന് മാത്രം കൂടുതൽ മാറ്റം വരുത്തിയാൽ മതി. സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടേ വരുന്നില്ല. അഥവാ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം, വീഡിയോ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇത് കണ്ടില്ലേ, ഒരു ചെറിയ ബോർഡേഴ്സ് കാണിക്കുന്നില്ലേ? വീഡിയോ കുറച്ച് സൂം ഔട്ട് ചെയ്തേക്കാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ ഇതുപോലെ എഡ്ജസ് കണ്ടെന്ന് വരും. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. ഇപ്പം സാധാരണ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ എന്തെങ്കിലും ബോർഡർ കാണിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ സൂം ചെയ്യാം. ഓക്കെ, അല്ലാത്ത രീതിയിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൂമിൻ്റെ ഓപ്ഷൻ അധികം ഉപയോഗിക്കേണ്ടി വരുന്നില്ല. നമുക്ക് ഈ സ്മൂത്തിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി.
പിന്നെ വേറൊരു കാര്യം, ഒത്തിരി ഒന്നും സ്മൂത്തിങ് ഓപ്ഷൻ ഉപയോഗിക്കില്ല. അതനുസരിച്ച് വീഡിയോയ്ക്കകത്ത് നമ്മളൊരു ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിയുന്ന പോലെ നമ്മുടെ ഈ വീഡിയോയുടെ ചുറ്റും വന്നെന്ന് വരും. അതുകൊണ്ട് സ്മൂത്തിങ് അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 30-40 ആ ഒരു റേഞ്ച് മതി. നമുക്ക് അത്യാവശ്യം ഷേക്ക്നെസ് കുറയ്ക്കാവുന്ന രീതിയിൽ മതി. ഓക്കെ, ഒത്തിരി സ്മൂത്ത്നെസ് ആയി കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് സ്മൂത്ത് ആവും, പക്ഷേ ഇവിടെ ഒരു ഇലാസ്റ്റിക് പോലെ എന്തോ വലിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ സ്മൂത്തിങ് ഒരു മിഡിലായിട്ടുള്ള ഒരു 50-30 ഒക്കെ ഇടുക. ഇപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പറ്റും എത്രമാത്രം വീഡിയോ സ്മൂത്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ റെക്കോർഡിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്ലേ ബാക്ക് ഇഷ്യൂ ഉണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കുമ്പോഴും അത്യാവശ്യം പ്ലേ ബാക്ക് ഇഷ്യൂ ഉണ്ടായിരിക്കും, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോ നല്ല വൃത്തിയായിട്ട് സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, അപ്പം സ്റ്റെബിലൈസ് എന്ന ഫിൽറ്റർ ഓഫ് ചെയ്ത ശേഷം ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം വീഡിയോ ഇമ്പ്രൂവ് ആയി എന്നുള്ളത്. നേരത്തെ വളരെ കുലുക്കം നിറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അതേസമയം സ്റ്റെബിലൈസ് എന്ന ഫിൽറ്റർ ഉപയോഗിച്ച ശേഷം വീഡിയോ നല്ലപോലെ ബെറ്റർ ആയിട്ടുണ്ട്. അതായത് ക്യാമറ മൂവ്മെൻ്റ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടല്ലേ. പിന്നെ ഒരു കാര്യം, ഈ സ്റ്റെബിലൈസിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു പെർഫെക്റ്റായ ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. പല വീഡിയോ പലതാണ്, വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉപയോഗിച്ച് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് ചേരുന്ന ഓപ്ഷൻസ് എന്നുള്ളത്. കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഓരോ വീഡിയോയ്ക്ക് ഏത് ഓപ്ഷൻസാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, വേറെ കാര്യം, ഇപ്പോൾ നിങ്ങൾക്കിത് പോരാ എന്നുണ്ടെങ്കിൽ, ഈ അനലൈസ് ചെയ്ത ഡേറ്റ പോരാ, കാരണം ആ ഡേറ്റ ഉപയോഗിച്ചാണല്ലോ ഇത് സ്റ്റെബിലൈസ് ചെയ്യേണ്ടത്. പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി അനലൈസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, ആ ഡേറ്റ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ പുതിയൊരു പേര് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് സെലക്ട് ചെയ്യാം, ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി അത് അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് സ്റ്റെബിലൈസർ ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം അതിന് പ്രത്യേക ഡേറ്റ ഇല്ല, കാരണം ഞാൻ സ്റ്റെബിലൈസർ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് സ്റ്റോപ്പ് ചെയ്തതേ ഉള്ളൂ, കാരണം അത് കുറേ ടൈം എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എങ്ങനെയാണ് വീഡിയോ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. ഇവിടെ നമുക്ക് ഫയൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ടിനകത്ത് നിന്ന് വീഡിയോ എന്ന് പറഞ്ഞ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പക്ഷേ അത് പോരാ, നമുക്ക് കൂടുതൽ ഓപ്ഷൻസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ വ്യൂവിനകത്ത് ചെന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനുണ്ട്. എത്രമാത്രം ക്വാളിറ്റി വേണം, റെസൊല്യൂഷൻ എന്താണ് വേണ്ടത്, ഫ്രെയിം റേറ്റ് എന്താണ് വേണ്ടത്, കൊഡാക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്വാളിറ്റി ഇപ്പം 60 ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, വീഡിയോയ്ക്ക് സൈസ് കുറച്ച് കൂടുന്നേ ഉള്ളൂ. പിന്നെ ഓഡിയോയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുണ്ട്. പിന്നെ ഫോർമാറ്റ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ MP4 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ യൂട്യൂബിൽ അവിടെയൊക്കെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ MP4 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം ഈ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം എക്സ്പോർട്ട് ഫയൽ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഫയലിന് എന്താണ് പേരെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം. അങ്ങനെ പ്രത്യേക പേരൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുപോലൊരു മെസ്സേജ് കാണിച്ചു തരും, ഇത്രയേ ഉള്ളൂ സ്ഥലം, അപ്പോൾ നിങ്ങൾ ശരിക്കും എക്സ്പോർട്ട് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഉണ്ട്, ഏതാണ്ട് 10 GB അടുത്ത് സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ അത് വലിയ കാര്യമൊന്നുമല്ല, അപ്പോൾ എസ് എന്ന് കൊടുക്കാം. വേറൊരു കാര്യം കണ്ടോ, ഇവിടെ നമ്മുടെ ഷോർട്ട്കട്ട് ഒരു കാര്യം ചോദിച്ചിരിക്കുകയാണ്, ഒരു അനലൈസ് ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ നേരത്തെ അനലൈസ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് തരുന്നല്ലേ രണ്ടാമത് റൺ ചെയ്തപ്പോൾ, അപ്പം അതൊന്നുകൂടി റൺ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ മിസ്സായിപ്പോയി, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി, പക്ഷേ അനലൈസ് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷോർട്ട്കട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളോട് ചോദിക്കും, ആ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ നടന്നില്ല. അപ്പോൾ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ അനലൈസ് ആകുകയാണ്. ഇനി അനലൈസ് ചെയ്ത ശേഷമേ അത് എക്സ്പോർട്ട് ആകത്തുള്ളൂ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഓപ്ഷൻ കാണിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അനലൈസ് ക്യാൻസൽ ചെയ്തത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് വരുന്നത്. വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.